നമ്മൾ പ്രിൻറ്റിങ് ഫസ്റ്റ് മൊഡ്യൂളിൽ അപ്ഡേഷനാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. അതുപോലെ പുതിയൊരു അപ്ഡേറ്റ്സും കൂടി തന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്തത്. ഇതിപ്പോൾ നമ്മളൊരു ഡാഷ്ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടി കോപ്പിയും സിംഗിൾ കോപ്പി ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. മൾട്ടി കോപ്പി റെസീറ്റ് അങ്ങനെ ബിൽ ബുക്ക് അങ്ങനെയുള്ളതിനും സിംഗിൾ കോപ്പി ഒറ്റ പേജുള്ള അതായത് നോട്ടീസ് ടേബിൾ ഷീറ്റ് അങ്ങനെ വരുന്നതിനുമാണ് നമ്മൾ സിംഗിൾ കോപ്പി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഡാഷ്ബോർഡിൽ വെച്ചിട്ട് നമ്മൾ രണ്ടും കൂടി ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ മുകളിൽ റെസീറ്റ് ബുക്ക് വരും, താഴെ നോട്ടീസ് വരും. അപ്പോൾ അവിടെയുള്ള വർക്ക് ഓർഡേഴ്സ് അഡ്മിൻ പാനലിൽ ഇരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഡാഷ്ബോർഡ് ഉണ്ടാക്കിയത്. പിന്നെ അതിൽ നമ്മൾ അതിൻ്റെ ആ ഓർഡർ സ്റ്റാറ്റസ് എവിടെയാണ് ഇപ്പോൾ സാധനം കിടക്കുന്നത്, പ്രിൻറ്റിങ് ആണെങ്കിൽ പ്രിൻറ്റിങ്, ബൈൻഡിങ് ആണെങ്കിൽ ബൈൻഡിങ്, ഇനി അതെല്ലാം എല്ലാം കഴിഞ്ഞ് റെഡി ആയതുണ്ട്, ഡിസൈനിങ്ങിലുള്ളതുണ്ട്, പിന്നെ ഡ്രാഫ്റ്റിൽ കിടക്കുന്നുണ്ട്, അതായത് ജസ്റ്റ് ഓർഡർ തന്നത് കൺഫേം ഒന്നും ആവാത്ത ഒരു ഓർഡറാണ് അങ്ങനെയുള്ളത്. അപ്പോൾ ഈ റെഡി ആയതിൻ്റെ കേസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് പാർട്ടിൻ്റെ അക്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ അക്കൗണ്ടിൽ കയറുന്നതോടുകൂടി അതൊന്ന് നമ്മൾ സ്റ്റോക്കിൽ നിന്ന് മൈനസ് ആവുകയും ചെയ്യും നമ്മുടെ സ്റ്റോക്ക്. ഇതിൽ പുതിയ ഫീച്ചറും കൂടി കൊണ്ടുവന്ന് നമുക്ക് സർവീസ് മെമ്മോ പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ അതിന് കൂടാതെ നമ്മളെ ഇത് വന്നിട്ടുണ്ട് സീരിയൽ നമ്പർ സീക്വൻസ്, സർവീസ് മെമ്മോയുടെ സീക്വൻസ്. അപ്പോൾ നമുക്ക് നമ്പർ വെച്ചിട്ട് ട്രാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ കിട്ടും. അപ്പോൾ നമ്മളൊരു സർവീസ് മെമ്മോ വന്നതാണ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കും. ഡിഫാൾട്ട് വരുന്നത് PDF ആണ്. അപ്പോൾ PDF-ലാണ് വരിക. നമുക്ക് ലോഗം കൊടുക്കാം. ഇതിൽ ബിൽ ബുക്ക് ആണോ റെസീറ്റ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. സർവീസ് മെമ്പറിന് നമ്പറുണ്ട്, കസ്റ്റമർ നെയിമുണ്ട്, ഓർഡർ ഡേറ്റ് ഉണ്ട്, കോപ്പി റെസീറ്റ് എത്ര കോപ്പിയാണ്, ഒരു റെസീറ്റിൽ ബുക്കിൽ എത്ര നമ്പർ റെസീറ്റ് ഉണ്ട്, എത്ര ബുക്കാണ് വേണ്ടത്, ഫൈനൽ സൈസാണ് ഏതാണ്. ഇവിടെ 2 കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ 2 ബേസ് പേപ്പർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ പോസ്റ്റ് നമുക്ക് ഫീൽഡ് നമുക്ക് കസ്റ്റം ചെയ്യാം. പിന്നെ അതിൻ്റെ ഡെലിവറി ഡേറ്റ് ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കാം PDF. അതാണ് ഇപ്പോൾ ഈ കസ്റ്റത്തിൽ അഡ്മിൻ പാനലിൽ നമ്മൾ കൊടുക്കുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. പിന്നെ അത് പോരാതെ നമുക്ക് ചാർട്ട് വ്യൂ വരുന്നുണ്ട്. നമുക്ക് പൈ ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ബൈൻഡിങ്ങിനുള്ളതിൻ്റെ കണക്കാണ് ഒന്നുണ്ട്. റെഡി ആയത് ഇത്, പ്രിൻറ്റിങ്ങിലുള്ളത് ഇത്, ഡ്രാഫ്റ്റ്. അപ്പോൾ നമുക്ക് ചാർട്ട് വെച്ചിട്ട് നമ്മുടെ മൊത്തം ഓർഡേഴ്സ് നമുക്ക് ഓർഡേഴ്സിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് മൊത്തത്തിൽ ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഇനി അതെല്ലാം നമുക്ക് ലിസ്റ്റിക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാം. അതൊക്കെ ഇതിൻ്റെ ഡീഫോൾട്ട് ഓപ്ഷനാണ്. ഓർഡർ സ്റ്റാറ്റസ് ഇതിനുണ്ട്. ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള തന്നെയാണ് നമുക്ക് ഇവിടെ ഈ വീഡിയോ കിട്ടുന്നത്. ഒന്നും കൂടെ നമ്മുടെ വ്യൂവിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്മിൻ പാനൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇനി നമ്മൾ യൂസേഴ്സിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഡിസൈനേഴ്സിനുള്ളതാണ്. ഡിസൈനേഴ്സിൻ്റെ പേര് അവർ മൊത്തം കംപ്ലീറ്റഡ് ആണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർ സ്റ്റാറ്റസ് അവർ കിട്ടും. ഈ ഒരു ഓർഡർ സ്റ്റാറ്റസ് പ്രിൻറ്റിങ്ങിലും ബൈൻഡിങ്ങിലാണ് കിടക്കുന്നത്. ഇവരുടെ ഡിസൈൻ സ്റ്റാറ്റസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇനി അടുത്ത ഡിസൈനർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിട്ടും. പെൻഡിങ് 4 പെൻഡിങ്ങിലുണ്ട്. 2 1 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, 1 ഓൺ ഗോയിങ് ആണ്. അപ്പോൾ സെയിം കംപ്ലീറ്റഡ് 1 ഓൺ ഗോയിങ്, 1 4 പെൻഡിങ്. അപ്പോൾ ആ സാധനം കൂടി ഇപ്പോൾ നമ്മളിതിൽ പുതിയത് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ നമ്മുടെ പ്രിൻറ്റിങ്ങിലേക്കുള്ളതാണ്. നിങ്ങൾ നമ്മൾ ഇതിൽ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടില്ല. അവർക്ക് ജസ്റ്റ് ഏതാണ് എവിടെയാണ് ഇതുള്ളത്. പ്രിൻറ്റിങ്ങിൽ നമ്മൾ പുതിയ സ്റ്റാറ്റസ് ബൈൻഡിങ്ങിൻ്റെ സ്റ്റാറ്റസും കൊണ്ടുവന്നിട്ടുണ്ട്.
സീരിയലൈസേഷൻ അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രിൻറ്റിങ് സെഷനിലായതുകൊണ്ട് പിന്നെ എന്തായാലും നമ്മളത് പുതിയൊരു വിൻഡോ ചെയ്തിട്ടില്ല, ആ പ്രിൻറ്റിങ്ങിൽ തന്നെ കിട്ടി. ഇവിടെ പ്രിൻറ്റിങ് പെൻഡിങ് ആണ്. പ്രിൻറ്റിങ് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് പ്രിൻറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റിങ് ഓൺ ഗോയിങ് ആവും. അപ്പോൾ നമുക്കവിടെ മെയിനിൽ ചേഞ്ചസ് വരും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് സീരിയലിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കൊടുക്കുക. ബൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈൻഡിങ്ങിൻ്റെ സ്റ്റാർട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിനടുത്ത് സീരിയൽ കൊടുക്കുക. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് അവിടെ റെഡി ആയിട്ടേക്ക് നമുക്ക് ഇവിടെ കാണിക്കാം. അഡ്മിൻ പാനൽ വന്നു കഴിഞ്ഞാൽ ഗുഡ് കോർണറാണ് കസ്റ്റമർ കെയർ. ഇവിടെ എന്തായി അവിടെ വന്നത് എല്ലാ സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിസ്റ്റം ഫുൾ നോക്കി കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇനി അതുപോലെ മൾട്ടി കോപ്പിയിൽ ഇവിടെ സ്റ്റാറ്റസ് മാത്രം കിട്ടാൻ വേണ്ടി നമ്മളൊരു മെനു കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ സ്റ്റാറ്റസും നമ്പർ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ട്രാക്ക് ചെയ്ത് കിട്ടും. ഡിസൈനിങ് കംപ്ലീറ്റ് ആണ്, പ്രിൻറ്റിങ് സെക്ഷൻ കംപ്ലീറ്റ് ആണ്, ബൈൻഡിങ് സെക്ഷൻ കംപ്ലീറ്റ് ആണ്, സീരിയൽ കംപ്ലീറ്റ് ആണ്. എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രം റെഡി വരും. നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ ചാർട്ട് വ്യൂ ഉണ്ട്, അഡ്മിനിലും ഉണ്ട്. നേരത്തെ കാണിച്ചപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും കാണിക്കാം. റെഡി ആകുമ്പോൾ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ടാകും. ഇതാണ് ഇതിൽ വന്ന പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഇത് ഈ വേൾഡിൽ ആരെങ്കിലും ശരിയാണെങ്കിൽ അതും കൂടി വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് ഒരു സാധനത്തിന് നമുക്ക് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ റെസീറ്റ് ആൻഡ് ബിൽ ബുക്കിൻ്റെ സെക്ഷൻ മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇനി നോട്ടീസിൻ്റെ സെക്ഷനിൽ റെസീറ്റിന് അത്ര പ്രശ്നങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ സർവീസ് നമ്പർ എന്നുണ്ട്, കസ്റ്റമർ, ഓർഡർ, ഡ്യൂ ഡേറ്റ്, ഫൈനൽ സൈസ്, ടോട്ടൽ ക്വാണ്ടിറ്റി, ടോട്ടൽ കസ്റ്റമർ സൈസ്. ഇത് നമ്മുടെ അഡ്മിൻ പാനലിൽ ഉള്ളതാണ്. അപ്പോൾ ഓരോ യൂസേഴ്സിനനുസരിച്ചും ഇതിലെ വ്യൂവിൽ വ്യത്യാസം നമ്മൾ വരുത്തും. അപ്പോൾ ചില ആളുകൾക്ക് ഇത് കാണേണ്ട ആവശ്യമില്ല. അവർക്കിപ്പോൾ എന്താ വർക്ക് മാത്രം ഉണ്ടായി, അവർക്ക് ടോട്ടൽ കോസ്റ്റ് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രിൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫൈനൽ സൈസും കിട്ടണം, ഏതൊക്കെയാണ് പേപ്പർ ഉപയോഗിക്കേണ്ടത് കിട്ടണം, എത്ര കോപ്പിയാണെന്ന് കിട്ടണം. അപ്പോൾ അതനുസരിച്ച് അവരെ വ്യൂവിൽ വ്യത്യാസം ഉണ്ടാകും. ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഡിസൈൻ ചെയ്യാനുള്ളത് അത് മാത്രമാണ് ഉണ്ടാവുക. പിന്നെ അവർ ആ ഡിസൈനിൻ്റെ പെൻഡിങ് ഓർഡേഴ്സ്. അപ്പം ഈ ഡിസൈനേഴ്സിന് കേസ് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അവർക്ക് അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഒരു ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ഫീഡ്ബാക്ക് വന്നതിൽ ഇതിൽ നമ്മളിതിൻ്റെ താഴെ ഡിസൈൻ വർക്കിൻ്റെ കൂടെ ആ ഒരു ഡിസൈനിങ് കൂടി ആഡ് ചെയ്യാൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അടുത്ത അപ്ഡേറ്റ്സിൽ നമുക്ക് ആ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തരികയാണെങ്കിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും.